കഥ പാതി വഴിയിൽ പാർട്ട് 6. അവതരണം ഷെറിൻ നൗഷ. ആ വീടിൻ്റെ ബാൽക്കണിയിലിരുന്ന മഹേഷ് അഭിരാമിയെക്കുറിച്ചുള്ള കഴിഞ്ഞ കാലത്തെ സംഭവങ്ങൾ ഓർക്കുകയായിരുന്നു. അവൾ അശോകൻ സാറിനോട് സംസാരിച്ചു കഴിഞ്ഞ് അവിടം വിട്ടു പോയി. മഹിയുടെ മനസ്സിൽ വീണ്ടും സംശയം ഉയർന്നു കഴിഞ്ഞു. 1 വർഷത്തിലധികമായി അഭിരാമി ഏതോ ഒരു ചെറുപ്പക്കാരനുമായി പ്രണയത്തിലാണെന്ന് പറഞ്ഞിട്ട്. അയാൾക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ വിവാഹമുണ്ടാകും എന്നും പറഞ്ഞിരുന്നു. എന്നാൽ ഇതുവരെ വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ ആ ചെറുപ്പക്കാരന് ജോലിയായിട്ടുണ്ടാവില്ല. അവൻ അവിടം വിട്ട് എഴുന്നേറ്റ് തൻ്റെ റൂമിലേക്ക് പോയി. സുഖമില്ലാത്ത കനകയുടെ ചികിത്സയ്ക്കുള്ള കാശിനു വേണ്ടി അശോകൻ സാറ് പറഞ്ഞതുപോലെ തന്നെ റിസോർട്ടിലെ ജോലിക്ക് വേണ്ടി പോവാൻ അഭിരാമി തീരുമാനിച്ചു. അവൾ തനിക്ക് ആവശ്യമായിട്ടുള്ള ഡ്രസ്സുകളും സാധനങ്ങളുമെല്ലാം എടുത്ത് ജോലിക്കായി റിസോർട്ടിലേക്ക് പുറപ്പെട്ടു. അവിടെ എത്തിയ അഭിരാമി അവിടമെല്ലാം ശ്രദ്ധയോടെ നിരീക്ഷിച്ചു. റിസോർട്ടിലേക്ക് വരുന്നവരെല്ലാം ഫാമിലിയായിട്ടാണ് വരുന്നതും നിൽക്കുന്നതും. റിസപ്ഷനിലെ രജിസ്റ്റർ പുസ്തകത്തിൽ അതെല്ലാം വ്യക്തമായി എഴുതിയിട്ടുണ്ട്. പ്രായമായ ഒരു സെക്യൂരിറ്റിക്കാരനും റിസപ്ഷനിലിരിക്കാൻ പകൽ സമയത്ത് ഒരു ലേഡിയും അവിടെയുണ്ടാകും. എല്ലാം നടന്നു കണ്ട അഭിരാമിക്ക് ആശ്വാസമായി. തനിക്ക് കിടന്നുറങ്ങാൻ നല്ല വൃത്തിയും അടിച്ചുറപ്പുമുള്ള നല്ല മുറിയും ബാത്റൂമുമുണ്ട്. അവൾ സന്തോഷത്തോടെ തൻ്റെ ജോലികൾ ആരംഭിച്ചു. ദിവസങ്ങൾ പതിയെ ഇഴഞ്ഞു നീങ്ങാൻ തുടങ്ങി. ഒരു ദിവസം വൈകുന്നേരം ഭരതൻ ഒരു പെൺകുട്ടിയുമായി റിസോർട്ടിലേക്ക് കയറി വന്നു. അവർക്ക് അന്നത്തെ ദിവസം അവിടെ താമസിക്കാൻ ഒരു റൂം ആവശ്യമുണ്ടായിരുന്നു. ആവശ്യമുള്ള മുഴുവൻ തുകയും അടച്ച് ഭരതൻ അവർക്ക് വേണ്ടി ഒരു റൂം എടുത്തു. റൂമിൽ കയറിയ അവർ അവിടെ കുളിച്ച് ഫ്രഷായ ശേഷം ഭക്ഷണം കഴിക്കാനായി പുറത്തേക്കിറങ്ങിപ്പോയി. ഭരത, താൻ എന്തിനാ തൻ്റെ പേരൊക്കെ കറക്റ്റായി പറയാൻ നിന്നത്? ഇതുപോലുള്ള സ്ഥലത്തൊക്കെ വരുമ്പോൾ നമ്മുടെ പേരും അഡ്രസ്സും ഒക്കെ തെറ്റിയേ പറയാൻ പാടുള്ളൂ, യമുന അവനോട് ഉപദേശിച്ചു. നീ പെണങ്ങല്ലേ പൊന്നെ. ഭരതൻ എന്ന പേര് മാത്രമല്ലേ ഞാൻ കറക്റ്റായി പറഞ്ഞത്. അഡ്രസ്സ് എല്ലാം തെറ്റിച്ച് തന്നെ പറഞ്ഞത്. അയാൾ അവളുടെ കവിളിൽ നുള്ളി. സമയം രാത്രി 10-നോടടുത്തു. റിസോർട്ടിലേക്ക് വൈകിട്ട് വന്ന ഗസ്റ്റ് ഭക്ഷണം കഴിക്കാൻ പുറത്തു പോയിരുന്നല്ലോ. 10 മണിയായിട്ടും അവനെന്താ തിരിച്ചു വരാത്തത്? അഭിരാമി സെക്യൂരിറ്റിയുടെ അരികിലെത്തിക്കൊണ്ട് ചോദിച്ചു. മോള് പോയി കിടന്നോളൂ. ഈ രാത്രി ഇനിയിപ്പോൾ അവർക്ക് ആവശ്യമൊന്നും ഉണ്ടാവില്ല. അയാൾ സമ്മതം നൽകിയപ്പോൾ അഭിരാമി കിച്ചണിനടുത്തുള്ള തൻ്റെ റൂമിൽ ചെന്ന് ഉറങ്ങാൻ കിടന്നു. അല്പസമയം കൂടി കഴിഞ്ഞതും ഭരതൻ്റെയും യമുനയുടെയും കാർ റിസോർട്ടിലേക്ക് കയറി വന്നു. സെക്യൂരിറ്റി അവർക്ക് ഗേറ്റ് തുറന്നു കൊടുത്തു. ഭരതൻ കാറിലിരിക്കുന്ന അലക്സിയെ നോക്കി. അലക്സി, താൻ തല താഴ്ത്തി വയ്ക്കൂ. സെക്യൂരിറ്റി നിന്നെ കാണണ്ട. ഞാനും യമുനയും ഹസ്ബൻഡും വൈഫുമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളുടെ കൂടെ ഒരാളെ കൂടി കണ്ടാൽ അയാൾക്ക് സംശയമാവും. അലക്സി കാറിൻ്റെ സീറ്റിലേക്ക് തല താഴ്ത്തിയിരുന്നു. കാറ് റിസോർട്ടിൻ്റെ അകത്തേക്ക് കയറിപ്പോയി. കുളിച്ച് ഫ്രഷായി യമുന റൂമിലേക്ക് കടന്നു വന്നു. ഭരതൻ കുപ്പി പൊട്ടിച്ച് ടേബിളിലേക്ക് വച്ചു. അലക്സി ആർത്തിയോടെ യമുനയെ നോക്കി. പെണ്ണെ, നീ ഉടലാകെ ഒന്ന് കൊഴുത്തല്ലോ. അവൻ്റെ കണ്ണുകൾ അവളുടെ ശരീരമാകെ പരതി നടന്നു. ഒന്ന് പോ അലക്സി. താനിപ്പോൾ വലിയ വീട്ടിലെ പെണ്ണിനെ വളച്ചെടുത്തിരിക്കുകയല്ലേ. പൂജ, അവളുടെ അത്രയും സൗന്ദര്യമൊന്നും നമുക്കില്ലേ? യമുന മുഖം പരിഭവത്താൽ നിറച്ചു. എൻ്റെ യമുന, സത്യം തന്നെ നീ പറഞ്ഞത്. അവളൊരു വല്ലാത്ത പെണ്ണ. ഒരിക്കൽ കണ്ടാൽ വീണ്ടും വീണ്ടും കൊതിയാവും. പക്ഷേ അവളിപ്പോൾ റെസ്റ്റിലാ. അവൾ പ്രഗ്നൻ്റ് ആയിരുന്നു. അതറിയാതെ ഞങ്ങൾ ചെറുതായൊന്ന് ഒത്തുകൂടി. എന്തു പറയാനാ, അവൾക്ക് വയ്യാതായി. അബോർഷൻ കഴിഞ്ഞ് അവൾ വീട്ടിൽ റെസ്റ്റ് എടുക്കുക. ഈ സമയത്ത് അവൾക്ക് അരികിലേക്ക് പോവാൻ വയ്യ. അലക്സി ഊറി ചിരിച്ചു. ഭരതൻ വിസ്കി എടുത്ത് ഗ്ലാസ്സിലേക്ക് കുറേശ്ശെയായി ഒഴിക്കാൻ തുടങ്ങി. അലക്സി, കുറച്ച് ഐസ് ക്യൂബ് വേണം. കിച്ചണിൽ ഫ്രിഡ്ജുണ്ട്. താൻ ചെന്ന് എടുത്തിട്ട് വാ. ഭരതൻ അലക്സിയെ കിച്ചണിലേക്ക് പറഞ്ഞയച്ചു. യമുന, അവൻ്റെ സുഖിപ്പിക്കുന്ന വാക്ക് കേട്ട് നീ മയങ്ങണ്ട. അവൻ ഏത് പെണ്ണിനെ കണ്ടാലും പുകഴ്ത്തിക്കൊണ്ടേയിരിക്കും. ഭരതൻ യമുനയെ കണ്ണിറുക്കി കാണിച്ചു. അലക്സി കിച്ചണിലെത്തി. പാസേജ് കഴിഞ്ഞതും കിച്ചണിലെ ഫ്രിഡ്ജ് അവൻ കണ്ടു. അവൻ അതിൽ നിന്നും കുറച്ച് ഐസ് ക്യൂബ് എടുത്ത് തിരിച്ചു പോവാൻ തുടങ്ങി. കിച്ചണിൻ്റെ പാസേജിൽ നിന്നും ഒരു ബെഡ്റൂമിൽ ലൈറ്റ് തെളിഞ്ഞത് അപ്പോഴാണ് അലക്സി ശ്രദ്ധിച്ചത്.
റിസോർട്ടിൽ ഒന്നിലധികം ഫാമിലിയെ താമസിപ്പിക്കാനുള്ള സൗകര്യമുണ്ടോ? അവൻ സംശയത്തോടെ അല്പസമയം ആ വാതിൽക്കൽ നിന്നു. പിന്നീട് അവിടെ നിന്നും ഭരതൻ്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. നേർത്ത ശബ്ദത്തിൽ ഒരു സ്ത്രീയുടെ മൂളിപ്പാട്ട് അകത്തു നിന്നും ഉയർന്നു വരുന്നത് അലക്സി ശ്രദ്ധിച്ചു. നല്ല മധുരമുള്ള ശബ്ദത്തിൽ അവൾ പാട്ട് പാടുകയാണ്. അകത്ത് കിടന്നിരുന്ന അഭിരാമി അമ്മയെക്കുറിച്ച് ഓർക്കുകയായിരുന്നു. അലക്സിയുടെ ചുണ്ടിൽ പുഞ്ചിരി തെളിഞ്ഞു. ഹായ്, ശബ്ദം കേട്ടിട്ട് നല്ല സുന്ദരിയാണെന്ന് തോന്നുന്നു. അവൻ പതിയെ ആ റൂമിൻ്റെ വാതിലിൽ തട്ടി നോക്കി. പുറത്ത് വാതിലിൽ ആരോ തട്ടുന്ന ശബ്ദം അഭിരാമി കേട്ടു. സെക്യൂരിറ്റിക്കാരൻ വല്ലതും പറയാൻ വേണ്ടി വന്നതാവുമെന്നാണ് അവൾ കരുതിയത്. അവൾ എഴുന്നേറ്റ് വാതിൽ തുറന്നു നോക്കി. പുറത്ത് ഒരു പാത്രത്തിൽ ഐസ് ക്യൂബുമായി നിൽക്കുന്ന അലക്സിയെ കണ്ടതും അവൾ ഒന്ന് ഭയന്നു. സാറാണോ ഇന്നത്തെ ഗസ്റ്റ്? അവൾ ശങ്കയോടെ ചോദിച്ചു. അതെ പെണ്ണേ, ഞാനാണ് ഗസ്റ്റ്. എനിക്ക് കുറച്ച് ഐസ് ക്യൂബ് ആവശ്യമുണ്ടായിരുന്നു. അതെടുക്കാൻ വേണ്ടിയാണ് വന്നത്. ഈ റൂമിൽ വെളിച്ചം കണ്ടപ്പോൾ തട്ടി നോക്കിയതാണ്. അവൻ ഒരു മാന്യനായി നിന്ന് സംസാരിച്ചു. താൻ ഇവിടുത്തെ സ്റ്റാഫാണോ? അയാൾ അവളെ നോക്കി. അതെ സാർ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. അവൾ ഏറെ വിനയത്തോടെ റൂമിൽ നിന്നും കിച്ചണിലേക്ക് ഇറങ്ങി വന്നു. അലക്സിയുടെ കണ്ണുകൾ വജ്രം പോലെ തിളങ്ങി. എന്തൊരു ഭംഗിയാണ് ഇവളെ കാണാൻ. കണ്ടിട്ട് കൊതി അടക്കാൻ പറ്റുന്നില്ല. യമുനയൊക്കെ ഇവൾക്കരികിൽ എന്തിനു കൊള്ളാം. പക്ഷേ ഇവിടുത്തെ സ്റ്റാഫാണ്. സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ പ്രശ്നമാണ്. എടി പെണ്ണേ, എൻ്റെ വൈഫിന് നല്ല തലവേദന. അവൾ കിടക്കുകയാണ്. നീ ഒരു കപ്പ് ചായ ഇട്ട് അവൾക്ക് കൊണ്ടു തരണം. ഞാൻ 2 എണ്ണം അടിച്ചാൽ ഇപ്പം തന്നെ കിടന്നുറങ്ങും. അലക്സി അത്രയും അഭിരാമിയെ പറഞ്ഞേൽപ്പിച്ച് പെട്ടെന്ന് ഭരതിൻ്റെ മുറിയിലേക്ക് നടന്നു. എന്താടാ, അലക്സി പുറത്തേക്ക് പോയതുപോലെ അല്ലല്ലോ തിരിച്ചു വരുന്നത്. നല്ല ഹാപ്പിയാണല്ലോ. ഭരതൻ അയാളെ കളിയാക്കി. ശരിയാ ഭരത, സന്തോഷിക്കാനുള്ള കാരണം ഞാൻ കണ്ടെത്തി. അകത്തൊരു സുന്ദരി ഉണ്ടായിരുന്നു. അവളിപ്പോൾ ഇങ്ങോട്ട് വരും. ഞാൻ യമുനയ്ക്ക് തലവേദനയാണെന്ന് അവളോട് കള്ളം പറഞ്ഞു. അവളിപ്പോൾ ഒരു ചായ ഇട്ടുകൊണ്ട് ഇങ്ങോട്ട് വരും. കിട്ടിയ ചാൻസ് നമ്മൾ നല്ല പോലെ ഉപയോഗപ്പെടുത്തണം. അലക്സി അഭിരാമി അവിടേക്ക് വരുന്നതും കാത്ത് അവിടെ തന്നെ നിന്നു. പാതി വഴിയിൽ ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു.